ഐക്യരാഷ്ട്രസഭയിൽ ഹമാസിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയത് കൊടും ക്രൂരത. ഇറാനിലെയും സിറിയയിലെയും ഭീഷണികൾ ഇസ്രായേൽ ഒഴിവാക്കി. ഇറാന്റെ ആണവായുധ ശേഖരവും ബാലിസ്റ്റിക് മിസൈലുകളും ഇല്ലാതാക്കി. ഇസ്ലാമിക ഭീകരവാദം വെല്ലുവിളിയാണെങ്കിൽ അതിനെതിരായാണ് ഇസ്രായേലിന്റെ പോരാട്ടമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ നൽകുന്ന ഭക്ഷണങ്ങൾ ഹമാസ് തട്ടിയെടുക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? വിഷ്ണു, ബെഞ്ചമിൻ നെതന്യാഹു വളരെ നിശിതമായൊരു വിമർശനമാണ് ഹമാസിനെയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യഹൂദ വിരുദ്ധതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരേ ഒരു ലോക നേതാവ് ട്രംപാണ് എന്ന ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ, അതായത് വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്ന നുണപ്രചാരണം ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെ പലതവണ പരാമർശിച്ചതുപോലെ ഹമാസ്, അതായത് ഈ ഗാസയിലെ ജനങ്ങൾക്കായി ലഭ്യമാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മുഴുവനും ഈ സായുധധാരികളായ ഹമാസ് ഭീകരർ തട്ടിയെടുക്കുകയാണ്. UN തന്നെ 55% ഇത്തരത്തിലുള്ള ട്രക്കുകൾ തട്ടിയെടുത്തു എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ ആഹാര സാധനങ്ങൾ ലഭ്യമാക്കിയിരുന്നു. അതും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഒരു ദിവസം 3000 കാലറിക്ക് തുല്യമായ ഭക്ഷണം ഓരോ പൗരനും കൃത്യമായി ഇസ്രായേൽ നൽകുന്നുണ്ട് എന്നാണ് വ്യക്തമായി തന്നെ അദ്ദേഹം ഇതിൽ പറഞ്ഞത്, ഈ പ്രഭാഷണത്തിൽ പറഞ്ഞത്. നിരവധി പൗരന്മാരെ, ഇസ്രായേൽ പൗരന്മാരെ കൊന്നൊടുക്കിയവരാണ് ഹമാസ് എന്നും അതുപോലെ തന്നെ ഒക്ടോബർ 7 ഒരു തരത്തിലും മറക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു സുപ്രധാന വിഷയം അദ്ദേഹം പറയുന്നത്, ഗാസയിലെ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രായേലിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ആ പ്രദേശത്തെ നിയന്ത്രിച്ച് നിർത്തുമെന്ന നിലപാടാണ്. ഈ നിലപാടാണ് ഏറ്റവും ഗൗരവത്തോടെ ഇനി ചർച്ച ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം പല രാജ്യങ്ങളും നടത്തുന്നു, പല പാശ്ചാത്യ രാജ്യങ്ങളും നടത്തുന്നു. ആ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനെതിരെ കൃത്യമായ നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ തന്നെ നിലനിർത്തുമെന്ന കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സൈനികമായ ഒരു മേൽനോട്ട നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഭരണമേൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് പാലസ്തീൻ്റെ ഭാഗമായി, അതായത് വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് അതോറിറ്റിയുടെ ഭാഗമായി ഒരു സംവിധാനം ഗാസയിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. മാത്രമല്ല, ബന്ദികളുടെ കുടുംബക്കാർക്കും ബന്ദികൾക്കുമുള്ള സന്ദേശം, ഈ പ്രസംഗം ബന്ദികൾ കേൾക്കുകയാണെങ്കിൽ അവർക്കുള്ള സന്ദേശം, നിങ്ങളെ തിരിച്ചെത്തിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം മറന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞ് ആ ബന്ദികളുടെ പേരുകളും അദ്ദേഹം വായിക്കുകയുണ്ടായി. 20 ബന്ദികളുടെ, ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളുടെ പേരും വായിച്ചു. അതിനുശേഷം അതിനു മുന്നോടിയായി തന്നെ ഈ ഇറാനെതിരായ UN-ൻ്റെ ഉപരോധം പുനഃസ്ഥാപിക്കണമെന്ന ഒരു രാഷ്ട്രീയ നിലപാടും അദ്ദേഹം പറയുകയുണ്ടായി. ആണവ ശക്തി ഇല്ലാതാക്കുക, ഇറാനെ ആണവ ശേഖരവും ആയുധ ശേഖരങ്ങളും ഇല്ലാതാക്കുക എന്ന കൃത്യമായ നിലപാടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആണവായുധ ശേഖരങ്ങൾ ഇല്ലാതാക്കുന്നതിന് B2 ബോംബറുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചും, B2 ബോംബറുകൾ അമേരിക്ക ഉപയോഗിച്ച് തകർക്കുകയും ഇസ്രായേൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവായുധങ്ങൾ തകർക്കുകയും ചെയ്തു. അത് ഇറാൻ ലോകത്തിന് ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായ നീക്കമായിരുന്നുവെന്നും കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുകയും തങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നവരെ പൂർണ്ണമായും നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞത്.